നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണ ഡൽഹിക്ക് പുറമെ മറ്റ് നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായി വ്യക്തമാക്കുകയാണ് NIA. ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടിയാണ് റാണ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ സന്ദർശിച്ചത്. ചോദ്യം ചെയ്യലിനോട് റാണ ഇപ്പോൾ സഹകരിക്കുന്നുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെയാണ് അന്വേഷണ സംഘം റാണയെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് റാണയെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ട് 5ാം ദിനമാണ്. റാണ ഡൽഹിയിലും ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരുന്നതായി NIA വ്യക്തമാക്കിയിരുന്നു. കോടതിയിൽ NIA സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ജഡ്ജി ചന്ദർജിത്ത് സിംഗിന്റെ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദുബായിലെത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡി കമ്പനിയുമായി ബന്ധമുള്ളതായും സംശയമുണ്ട്. NIA സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പാട്യാല ഹൗസ് കോടതിയുടെ നിരീക്ഷണം. ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് വിദേശത്താണെന്നും ജഡ്ജി ചന്ദർജിത്ത് സിംഗിന്റെ ഉത്തരവിലുണ്ട്. രാജ്യതലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ ഒന്നിലധികം ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായും 12 പേജുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭീകരാക്രമണത്തിന് മുന്നോടിയായി തഹാവൂർ റാണ ദുബായിലെത്തി ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദുബായിലെത്തിയ റാണ കണ്ട വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ഡി കമ്പനിയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കും. ഇന്ത്യയിലെത്തിയ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകൾ നിരീക്ഷണത്തിലാണ്.